ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ കയറിയ സ്ത്രീകൾക്ക് പോലീസ് ക്ലബിൽ പൊറോട്ടയും ബീഫും വാങ്ങി നൽകിയെന്ന് ആദ്യം പറഞ്ഞത് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ആണെന്ന് NK പ്രേമചന്ദ്രൻ MP. തുടർന്ന് കോൺഗ്രസ് നേതാക്കളും ഇതേ വിഷയം ആവർത്തിച്ചു. പക്ഷേ താൻ പറഞ്ഞപ്പോൾ മാത്രം വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നു. പിണറായി ഏറെ പണിപ്പെട്ടാണ് അമിത് ഷായെ കണ്ടത്. അത് മകളെയും മകനെയും സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും പ്രേമചന്ദ്രൻ ആരോപിച്ചു. RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ആണ് ആദ്യമായി ഈ പ്രശ്നം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു. പൊറോട്ടയും ബീഫും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കൊടുത്ത് കോട്ടയത്ത് പോലീസ് ക്ലബിൽ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവരെ മലചവിട്ടാൻ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പമ്പാ സംഗമം നടന്നപ്പോൾ, പത്തനംതിട്ടയിൽ നടന്നപ്പോൾ അവിടെ പ്രസംഗിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന വിശ്വാസ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അടിവരയിട്ട് ഞാൻ പറഞ്ഞു, ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഷിബു ബേബി ജോൺ പറഞ്ഞപ്പോഴും VD സതീശൻ പറഞ്ഞപ്പോഴും ഒരിക്കലും തോന്നാത്തൊരു വികാരമാണ് കഴിഞ്ഞ ദിവസം പന്തളത്ത് ഞാൻ പ്രസംഗിച്ചതിന് ശേഷം CPM സൈബർ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള കനത്ത കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനതിനെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. കാരണം അവരുടെ മനസ്സിൽ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രധാനമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ച, അമിത്ഷായുമായി നടന്ന കൂടിക്കാഴ്ച, അതിനു മുമ്പ് പ്രാതൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മലാ സീതാരാമനുമായി ബന്ധപ്പെട്ട് നടന്ന കൂടിക്കാഴ്ച, ഇതെല്ലാം പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടല്ല, മകനും മകളും താനും നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, അതുപോലെ കരുവന്നൂർ ഉൾപ്പെടെയുള്ള നിരവധി ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി BJPയുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ രസതന്ത്രമാണ്, ഒരു പൊളിറ്റിക്കൽ കെമിസ്ട്രിയാണ് സത്യത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അതുപോലെ തന്നെ മുനിസിപ്പൽ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ നീക്കം നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതൊന്ന് കേരളത്തിലെ ജനങ്ങൾ നല്ലതുപോലെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത.